ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഈ ഒരു റെസിപ്പി ഇതിന് മുമ്പ് ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഞങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് ഇട്ട പേര് ചിക്കൻ ഇലയട എന്നാണ്. ചട്ടി ചൂടായതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. ഉള്ളി ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പതിവ് പോലെ ഇതിൻ്റെ പിന്നിൽ ഏച്ചിയുടെ കൈകൾ തന്നെയാണ്. ഞാൻ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് കൂടെ കൂടുന്നതെന്ന് മാത്രം. ഉള്ളി വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ഓരോരുത്തർക്കും അവരവരുടെ അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടെ 3 കുട്ടികളുള്ളത് കൊണ്ട് എരിവ് അധികം ഉപയോഗിക്കാറില്ല. മൂന്നാമത്തെ കുട്ടി ഞാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അവസാനം കുറച്ച് പെരിഞ്ചീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കുന്ന സെയിം അരിപ്പൊടി തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. ഈ ഫില്ലിങ്സിനായിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ദോശയുടെയും പത്തലിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. പിന്നെ ഇനി എക്സ്പെരിമെൻ്റൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കിതുപോലെ ഇലയുടെ ആക്കിയിട്ടും കഴിക്കാവുന്നതാണ്. ഏച്ചിയുടെ കൂടെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു സെയിം വൈബും കിട്ടും. പിന്നെ നല്ല ടേസ്റ്റിലുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ചില സമയത്ത് പാളിപ്പോവാറുണ്ട്. എന്നാലും ഇത് നമ്മൾ വാട്ടിയ ഇലയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ഇലയുടെയൊക്കെ ആക്കണ മാതിരി പരത്തി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ട് അരച്ച് വെച്ച് നമുക്കിനി ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുകയാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ ബൈ ബൈ, സീ യു.